ഇതാണ് ആദ്യം വന്നാലുള്ള ഗുണം. പതിഞ്ഞോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളൊരു പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. വേറൊന്നും അല്ല, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇച്ചാടെ ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. കൊച്ചിൻ്റെ എന്ന് പറയാൻ പറ്റത്തില്ല, കൊച്ചുങ്ങളുടെ, അതായത് 3 പേരുടെ കേട്ടോ ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പോൾ 3 പേർക്കും കൂടി എന്ത് വാങ്ങി കൊടുക്കും എന്നുള്ള കൺഫ്യൂഷനിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും നടന്ന് ചിക്കി പരതി നോക്കും. ഇപ്പം ഞങ്ങൾ ലുലു മാളിലാണുള്ളത്. ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു 3-4 ഷോപ്പിലെങ്കിലും കയറി കാണും കേട്ടോ. അതായത് ഞാൻ ഗൂഗിളിൽ തപ്പി ഒരു ഐറ്റം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തപ്പി ഇറങ്ങിയതാണ്. ഫൈനലി ഞങ്ങൾക്ക് അത് കിട്ടി. ഇതാണ് സംഭവം. ബർത്ത്ഡേയുടെ തലേ ദിവസമേ പോയതുകൊണ്ട് വിശാലമായിട്ട് എല്ലായിടവും നടന്ന് സെർച്ച് ചെയ്ത് എന്തായാലും കണ്ടുപിടിച്ചെടുത്തു. പോയതെല്ലാം ടോയ് സെക്ഷനിലോട്ടായതുകൊണ്ട് ഇവാനയ്ക്കും വിശാനയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഷോപ്പിൽ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഇതിൻ്റെ പേര് മാജിക് ബോൾ ഹൗസ് എന്നാണ് കേട്ടോ. സംഭവം നമ്മുടെ ടെൻറ്റില്ലേ അത് തന്നെ. അതിൽ കുറേ ബോൾസ്, ഇതൊരു 100 ബോൾസ് എങ്ങാണ്ടുണ്ടാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഞങ്ങൾ മുന്നേ കുറേ ഷോപ്പിലൊക്കെ പോയി, പക്ഷേ ഈ ഐറ്റം കിട്ടിയില്ല കേട്ടോ. ഫൈനലായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്തായാലും ഇവിടെ ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ബർത്ത്ഡേ ഫംഗ്ഷന് പോകുമ്പോൾ കാണാം. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഷാർജയിൽ നിന്നും അബുഷകാരയിലിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ സ്പൈസി ലാൻഡ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്കൊക്കെ ചെയ്തു. തണുക്കുന്ന അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് പോവാണ് കേട്ടോ. നമ്മളിതേ റാപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ സെറ്റപ്പിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അകത്ത് ചെല്ലുമ്പോൾ അറിയാം ആരൊക്കെയുള്ളതെന്ന്. നല്ല ക്രിസ്മസ് ഏതാ ആയില്ല, അത് നോക്കി അവിടുത്തെ വാട്ടർഫോൾസ് പോലെ കിടക്കുന്നേ. ഇവിടെ ട്രീ, നല്ല സൂപ്പർ ട്രീ കേട്ടോ. എവിടെയാണ്? നല്ല പണി. ഡോറ് തുറന്ന് ക്ലോസ് ചെയ്തിട്ടൊക്കെ പോവാ. ഞാനും ഇതും കൂടി ഇടിക്കട്ടെ. വായി വാ, ഫസ്റ്റ് ഫ്ലോറിലാണ്. ആ വാക്കിന് സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു കേട്ടോ. ഷാനിയാണ് ലക്ഷണമാറ്റത്തിലാണ്. കോമഡി. ഇവിടെ ഞങ്ങളാണ് കേട്ടോ ഫസ്റ്റ് വന്നേ. അതുകൊണ്ട് പിന്നെ കാര്യമായി നല്ലപോലെ വീഡിയോ എടുത്ത് വയ്ക്കാം. ഇതൊക്കെ ഇഷാനി വന്നിന്ന് കരച്ചിലും തുടങ്ങി കേട്ടോ. ഇഷാനിക്ക് ഇതോണൊക്കെ ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പം അറിയാത്ത ആൾക്കാർ അവിടെ കാണുമെന്നുള്ള പ്രതീക്ഷ കിട്ടുമ്പോഴേ ഇഷാനി അറിയാൻ തുടങ്ങും. ഇവാനിക്ക് പിന്നെ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പം നമുക്കിത് എവിടെയെങ്കിലും പ്ലേസ് ചെയ്താ ടേബിളിൻ്റെ ഓർത്തോട്ട് വെക്കേ. ഞാൻ ഇതൊന്നും എടുക്കട്ടെ. ഇഷാനിക്കുട്ട ഇനി കരയില്ല കേട്ടോ. ഗുഡ് ഗേൾ ആയിട്ടിരിക്കണേ. ഫോട്ടോ എടുക്കാം. എടുത്തോ? താങ്ക് യു പറ. താങ്ക് യു. താങ്ക് യു. ഇതെന്തോ പുളി. മണം വരുന്നുണ്ട്. മല്ലിയിലയുടെ പുതിനയാണ്. പുതിനയിലയുടെ ഒക്കെ മണം വരും. ഇതാണ് ആദ്യം വന്നാലുള്ള ഗുണം. ഇവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും പിന്നെ കുറേ ഫോട്ടോ സെക്ഷൻ ആയി പോയി കേട്ടോ. പിന്നെ ഞങ്ങളൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു. ഇച്ച അവർക്ക് കോൾ ചെയ്യാം.
ഇഷാനി ഏത് മൂടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇവാനിയെ നല്ല എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്. ഇഷാനിയുടെ മൂഡ് ശരിയായാൽ മതിയായിരുന്നു. അവിടെ നിന്നു, അങ്ങോട്ട് നിന്നു. മൂന്ന് വാവന്മാരുടെ ബർത്ത്ഡേ, 3 വാവന്മാരുടെ. ഇത് കണ്ണു വലിച്ചു നീട്ടുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ്. ഇനി എല്ലാവരും വരണം. അതല്ല കോമഡി, ഇച്ചായിക്കുന്ന നൈറ്റ് ഷിഫ്റ്റുമാണ് കേട്ടോ. ഇപ്പം 8 മണിയായി. 8 മണിയായിരുന്നു ടൈം പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു എല്ലാവരും നേരത്തെ വന്ന് കാണും. 8 മണി കറക്റ്റ് 8 മണിക്ക് കേക്ക് കട്ടിയോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ 8 മണിക്ക് ഞങ്ങളിവിടെ മാത്രമേ ഉള്ളൂ. മിക്കവാറും 9:30 ഇച്ചായിക്ക് ഡ്യൂട്ടിക്ക് കൊണ്ട് സമയമാകുമ്പോൾ എല്ലാവരും വരും. 10:30 ഡ്യൂട്ടി. പക്ഷേ ഇവിടുന്ന് അതിന് മുമ്പേ ഇറങ്ങണമല്ലോ. ഞങ്ങൾക്ക് തിരിച്ചാക്കിയിട്ട് വേണം ഇച്ചാക്കി ഡ്യൂട്ടിക്ക് പോകാനായിട്ട്. എന്തോ റോബി ചേട്ടൻ? അപ്പോൾ അവർ ഓൺ ദ വേ ആണ്. കമോൺ എവരിബഡി. ഞങ്ങൾ ഫസ്റ്റ് അടിച്ച്, ആരും വന്നില്ല. ഞങ്ങളോ എഡിറ്റ് ചെയ്യാനുള്ള കണ്ടന്റ് ഇതിനകത്ത് കിടന്നിട്ട് സ്പേസ് ഇല്ലാണ്ട് തിരിച്ച് വീണ്ടും പെൻഡ്രൈവിലാക്കിക്കൊണ്ടാ ഞാൻ വന്നത്. അതോ അത് ഇച്ചാടെ ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം പോവും. ഇഷാൻ, ഇവാനി 1 1 2 3 ഉണ്ടല്ലോ. എന്തുകൊണ്ട് സുഖമായിട്ടിരിക്കുന്നു? ഇതാരാ ഇത്? ബർത്ത്ഡേ ബോയ് ഇങ്ങോട്ട് നോക്ക്. വാവേ 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 ഇങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണം. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ആ നീ പറയുന്നില്ലേ ഹാപ്പി ബർത്ത്ഡേ? അതെങ്ങനെങ്കിലും അവിടെ ഇരിക്കുന്നത്. മോള് പറയുന്നില്ലേ ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാവയ്ക്ക്? സ്മൈൽ പ്ലീസ്. പതിഞ്ഞോ? So, no, 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 I don't think so. No, 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 it's never, ever, 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 ever gonna happen. I don't think so. No, 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 I don't think so. No, 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 it's never, ever, 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 ever gonna happen. I don't think so. No, 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 no. Maybe someday you'll have it your Until then, nope, a nope, a nope, a nope, definitely nope, a nope, nope, a nope, probably never, ever, 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 ever gonna happen.
അങ്ങനെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഫുഡ് അടിക്കാനുള്ള സമയം കേട്ടോ. അതിന് മാത്രമല്ല ഇച്ചാക്ക് ഡ്യൂട്ടിക്ക് പോകാനും ടൈമായിരുന്നു. ഇവാനിയമോളും ഇഷാനിമോളും ഫുഡ് കഴിക്കുന്ന കാര്യം ഓർത്തപ്പം കുറേ ടൈം എടുക്കുമല്ലോ എന്ന് ആലോചിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഇച്ചാക്ക് ഡ്യൂട്ടിക്ക് അറ്റ ടൈമായിട്ട് ഞങ്ങൾ ഫുഡ് എടുത്തിട്ട് അതേപടി തന്നെ കാറിൽ കയറി ഞങ്ങൾ റൂമിലാക്കി ഇച്ച ഡ്യൂട്ടിക്ക് പോയി. അതുകൊണ്ട് ആരും ഇട്ടിരുന്ന് ഫുഡ് കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ആ ഒരു വൈബ് മിസ് ചെയ്തു. പിന്നെ ആ ഒരു ടൈമിൽ അതുകൊണ്ട് വീഡിയോസ് ഒന്നുമില്ല. ഞങ്ങൾ ഫുഡ് എടുത്തിട്ട് നേരെ പോകായിരുന്നു ചെയ്തത്. അപ്പോഴും വെപ്രാളത്തിന് പോകുന്നിടയ്ക്ക് ഇവാനിക്കും ഇഷാനിക്കും കേക്ക് വേണമെന്ന്. പിന്നെ ലാസ്റ്റ് കേക്കുമായിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് താഴെ കാണപ്പെടുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയും ലൈവിൻ്റെയും ഷോർട്സിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.